എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴ ജില്ലയിൽ നെടുമുടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള അനശ്വര കലാകാരനായിട്ടുള്ള ശ്രീ നെടുമുടി വേണിച്ചേട്ടൻ്റെ വീടെന്ന് കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ സ്കൂൾ അധ്യാപക ദമ്പതികളായിരുന്ന പരേതരായ PK കേശവപിള്ളയുടെയും കുഞ്ഞിക്കുട്ടിയമ്മയുടെയും 5 മക്കളിൽ ഇളയ മകനായിട്ട് 1948 മെയ് 22-നാണ് K വേണുഗോപാലൻ എന്ന നെടുമുടി വേണു ജനിച്ചത്. നെടുമുടിയിലെ NSS ഹയർ സെക്കൻഡറി സ്കൂള്, ചമ്പക്കുളം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂള് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. വിദ്യാഭ്യാസ കാലത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ഇദ്ദേഹം. ആലപ്പുഴ SD കോളേജിലെ പഠനകാലത്ത് സഹപാഠിയായ ഫാസിൽ എഴുതിയ നാടകത്തിലൂടെയാണ് അദ്ദേഹം കലാരംഗത്ത് സജീവമായത്. SD കോളേജിൽ നിന്ന് ബിരുദമെടുത്ത ശേഷം കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും ആലപ്പുഴയിൽ പാരലൽ കോളേജ് അധ്യാപകനായും പ്രവർത്തിച്ചു. നാടകരംഗത്ത് സജീവമായിരിക്കെയാണ് നെടുമുടി സിനിമയിൽ എത്തിയത്. തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയതോടെ അരവിന്ദൻ, പത്മരാജൻ, ഭരത് ഗോപി തുടങ്ങിയവരുമായി സൗഹൃദത്തിലായി. ഇത് ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിന് വഴിയൊരുക്കി. അഭിനയത്തിനു പുറമെ ഏതാനും സിനിമകൾക്ക് വേണ്ടി കഥയും എഴുതിയിട്ടുണ്ട്. 1978 അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. ഭരതൻ്റെ ആരവം എന്ന ചിത്രത്തിലെ വേഷം ശ്രദ്ധേയമായി. പത്മരാജൻ്റെ ഒരിടത്തൊരു ഫയൽമാൻ എന്ന ചിത്രം കാർണർ വേഷത്തിലേക്കുള്ള ചുവടുമാറ്റത്തിന് നാന്ദിയായി. വൈകാതെ മലയാളത്തിലെ തിരക്കേറിയ സഹനടന്മാരിൽ ഒരാളായി മാറി നെടുമുടി വേണു. അഭിനയ വൈദഗ്ധ്യം, സംഭാഷണ അവതരണത്തിലെ വ്യത്യസ്തതയും കൊണ്ട് നെടുമുടിയിലെ കഥാപാത്രങ്ങൾക്ക് കരുത്തേകി. ടെലിവിഷൻ പരമ്പരകളിലും നെടുമുടി വേണു സജീവമായിരുന്നു. സമർത്ഥനായ ഒരു മൃദംഗം വായനക്കാരൻ കൂടിയായിരുന്നു ഇദ്ദേഹം. ഈ കാണുന്നതാണ് നെടുമുടി വേണിച്ചേട്ടൻ ജനിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടായിട്ടുള്ള നെടുമുടിയിലെ വീട്. പാച്ചി എന്ന അപരനാമത്തിൽ ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥയും നെടുമുടി വേണിച്ചേട്ടൻ രചിച്ചിട്ടുണ്ട്. കാറ്റത്തെ കിളിക്കൂട്, തീർത്ഥം, ശ്രുതി, അമ്പടജാനെ, ഒരു കഥ ഒരു നുണക്കഥ, സവിധം, അങ്ങനെ ഒരു അവധിക്കാലത്ത്, കൂടാതെ പൂരം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തിട്ടുമുണ്ട്. കൂടാതെ കമലഹാസൻ നായകനായിട്ട് അഭിനയിച്ച ഇന്ത്യൻ, വിക്രം നായകനായിട്ട് അഭിനയിച്ച അന്യൻ എന്നീ തമിഴ് ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന നടനും കൂടിയായിരുന്നു നെടുമുടി വേണിച്ചേട്ടൻ. മലയാളത്തിലും തമിഴിലുമായി ഏകദേശം 500-ലേറെ ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലെ വിവിധ പ്രകടനങ്ങൾക്ക് 2 ദേശീയ ചലച്ചിത്ര അവാർഡുകളും 6 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും മറ്റ് അനേകം അവാർഡുകളും ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. 2021 ഒക്ടോബർ 11-നാണ് ഇദ്ദേഹം അന്തരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.